ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൂപ്സ് എന്താണെന്ന് കണ്ടു. രണ്ട് തരത്തിലുള്ള ലൂപ്സ് ഉണ്ട്, വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈൽ ലൂപ്പിനെ കുറിച്ച് കണ്ടു, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർ ലൂപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. വൈൽ ലൂപ്പിൽ നമ്മൾ കണ്ടീഷൻസ് വെച്ചാണ് വർക്ക് ചെയ്തത്, പക്ഷേ ഫോർ ലൂപ്പിൽ നമ്മൾ സീക്വൻസ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വെച്ചു. ലിസ്റ്റ് ഈസ് ഈക്വൽ ടു, ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് വാല്യൂസ് വേണമെങ്കിലും ഇടാം. ഇൻറ്റിജറോ ഫ്ലോട്ടോ സ്ട്രിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്? പ്രിന്റ് ലിസ്റ്റ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് കിട്ടി. പക്ഷേ നമുക്കിത് ഒരു ലൈനിലാണ് കിട്ടിയത്. നമുക്ക് ഓരോരോ ലൈനിൽ കിട്ടണമെങ്കിലോ അപ്പോഴാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത്? ഫോർ പിന്നെ ഒരു വേരിയബിൾ നെയിം കൊടുക്കണം. ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നെയിം കൊടുക്കുവാണ്. പിന്നെ ഇന്നെന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. എവിടുത്തെ? ഫോർ എക്സ് ഇൻ ലിസ്റ്റ്. നമുക്ക് ലിസ്റ്റിലെ വാല്യൂസ് ആണ് വേണ്ടത്. എന്നിട്ടൊരു കോളൻ ഇടണം. എക്സ് എന്ന വേരിയബിൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ എക്സ് ലിസ്റ്റിലുള്ള ഓരോ എലമെൻറ്റിനെയും റെഫർ ചെയ്യും. പക്ഷേ ഒരു സമയത്ത് ഒരു എലമെൻറ്റിനെ മാത്രമേ റെഫർ ചെയ്യത്തുള്ളൂ. എന്നിട്ട് അതിനെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എക്സ്, കാരണം എക്സിലാണ് വാല്യൂ ഇരിക്കുന്നത്. ഓരോ തവണയും റെഫർ ചെയ്യുമ്പോൾ എക്സിലാണ് വാല്യൂ ഇരിക്കുന്നത്. ആദ്യം 1നെ റെഫർ ചെയ്തിട്ട് അതിനെ പ്രിൻ്റ് ചെയ്യും. പിന്നെ അത് 2.5നെ റെഫർ ചെയ്ത് പ്രിൻ്റ് ചെയ്യും. മൂന്നാമത് അത് പൈത്തണിനെ റെഫർ ചെയ്ത് പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. വൈൽ ലൂപ്പ് പോലെയല്ല. ഇവിടെ നമ്മൾ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ട, കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട, വേരിയബിളിനെ ഇൻക്രിമെൻറ്റും ചെയ്യേണ്ട. അതെല്ലാം ഫോർ ലൂപ്പ് തന്നെ നോക്കിക്കോളും. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ ഓരോ ലൈനിൽ ഓരോ വാല്യൂ പ്രിൻ്റായി. ഇതിപ്പോൾ നമുക്ക് ലിസ്റ്റ് മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ട്രിങ് എടുക്കാൻ പോവാം. നെയിം ഇസ് ഈക്വൽ ടു കിരൺ. ഫോർ എക്സിൻ ഇവിടെ ലിസ്റ്റ് അല്ല, നെയിം. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഓരോ ലൈനിൽ ആ സ്ട്രിങ്ങിൻ്റെ ഓരോ എലമെൻറ്റ് വന്നു. ഇങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ യൂസേജ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തത്? ആദ്യം എക്സിലെ വാല്യൂ കെ ആയി, അത് പ്രിൻ്റ് ചെയ്തു. പിന്നെ എക്സിൻ്റെ വാല്യൂ ഐ ആയി, അത് പ്രിൻ്റ് ചെയ്തു. പിന്നെ ആറായി, അത് പ്രിൻ്റ് ചെയ്തു. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് 1 by 1 ആണ് വാല്യൂസ് പ്രിൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ സ്ട്രിങ് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വേരിയബിളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ കിരൺ എന്ന് ഡയറക്റ്റ് എഴുതുക. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, സെയിം റിസൾട്ട് തന്നെ വന്നു. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റും കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കൊടുക്കാം. ഇനി എനിക്കിപ്പം 1 to 20 പ്രിൻ്റ് ചെയ്യണമെന്ന് ഓർത്തു. 1 by 1 1 to 20 പ്രിൻ്റ് ചെയ്യണമെന്ന് ഓർത്തു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ പൈത്തൺ തരുന്ന ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. നമുക്ക് ഫോർ ലൂപ്പിൽ എങ്ങനെയാണ് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ 1 തൊട്ട് 10 വരെ ഉള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ പോവാണ് റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ എക്സ് മാറ്റിയിട്ട് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇടുവാണ്. ഞാനിപ്പോൾ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. ഈ ലിസ്റ്റും ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. പിന്നെയാണ് നമ്മൾ റേഞ്ച് ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പൈത്തൻ്റെ ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ്സിലാണല്ലോ ഫംഗ്ഷൻ എഴുതുന്നത്. ഇപ്പം നിങ്ങൾക്ക് മേളിൽ കാണാം സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂവിലാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വൈൽ ലൂപ്പിൽ കൊടുക്കുന്ന പോലെ ഒരു കോളൻ. അപ്പം ഫോർ ഏത് വേരിയബിൾ ആണോ നിങ്ങൾക്ക് ഇറ്ററേറ്റ് ചെയ്യേണ്ടത്, ഇന്നെന്ന് പറഞ്ഞൊരു കീവേഡ് എഴുതണം. പിന്നെ റേഞ്ച് ഫംഗ്ഷൻ. ഇപ്പം ഞാനിവിടെ 10 വരെ റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് അത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് 0 to 10 വരെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ 10 പ്രിൻ്റ് ചെയ്യുമോ? ഇല്ല. ഇതിപ്പോൾ 9 വരെ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. 0 സ്റ്റാർട്ടിംഗ് വാല്യൂ അത് ഡീഫോൾട്ടായിട്ട് എടുക്കും. പിന്നെ ഇതിൽ നിന്നും ഒന്ന് കുറവേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 10 വരെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 11 കൊടുക്കണം. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഞാൻ എൻ്റർ ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഇൻഡൻറ്റേഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പ്രിൻ്റ് നം കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്യുവാണ്. കണ്ടോ, 0 to 9 വരെ വന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് 10 വരെ വരണമെങ്കിൽ 11 കൊടുത്താൽ മതി. ഒരു നമ്പർ എപ്പോഴും കൂട്ടി കൊടുക്കണം.
കണ്ടോ 10 വരെ വന്നു. ഇനി നമുക്ക് നമ്പർ ഈസ് ഈക്വൽ ടു നം എന്ന് കൊടുക്കണേ. എന്ത് ചെയ്യും? നിങ്ങളിവിടെ കോഡ്സിൽ നമ്പർ ഈക്വൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. റൺ ചെയ്യുവാണ്. കണ്ടോ നമ്പർ ഈസ് ഈക്വൽ ടു 0 1 2 3 ഇങ്ങനെ കിട്ടും. നിങ്ങൾ ഓർത്തോണം, സ്റ്റോപ്പിംഗ് വാല്യൂ എപ്പോഴും ഒരു നമ്പർ കൂട്ടിക്കൊടുക്കണം. സ്റ്റാർട്ടിംഗ് വാല്യൂ 0യിൽ നിന്ന് ഡീഫോൾട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തോളും. ഇനിയിപ്പോൾ എനിക്ക് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, ഡീഫോൾട്ടായിട്ട് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട വേറെ എന്തെങ്കിലും ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ നം ഇൻ റേഞ്ച് ആദ്യത്തെ ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്. ഇപ്പം ഞാൻ 5 കൊടുക്കുവാണ്. 5 ഇൻക്ലൂസീവ് ആണ്. അതിൻ്റെ അർത്ഥം സ്റ്റാർട്ടിംഗ് വാല്യൂ 5 കൊടുത്താൽ അത് പ്രിൻറ്റ് ചെയ്തോളും. നമ്മൾ കൂട്ടിയും കുറച്ചും ഒന്നും കൊടുക്കണ്ട. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആണ് സ്റ്റോപ്പിംഗ് വാല്യൂ. എനിക്കിപ്പോൾ 15 വരെ പ്രിൻറ്റ് ചെയ്യണം. അതിന് ഞാൻ ഒരു നമ്പർ കൂട്ടി കൊടുക്കണം. അപ്പം ഞാൻ 16 കൊടുക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ടിംഗ് വാല്യൂ, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് സ്റ്റോപ്പിംഗ് വാല്യൂ. സ്റ്റാർട്ടിംഗ് വാല്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വാല്യൂ കൊടുത്താൽ മതി. സ്റ്റോപ്പിംഗ് വാല്യൂ നിങ്ങൾ എപ്പോഴും ഒരു നമ്പർ കൂട്ടി കൊടുക്കണം. ഇനി ഞാനിതൊന്ന് റൺ ചെയ്യാൻ പോവാണ്. കണ്ടോ 5 6 7 8 9 10 15 വരെ വന്നു. പക്ഷേ നമ്മളിവിടെ 16 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർത്തോണം, സ്റ്റാർട്ടിംഗ് വാല്യൂ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അവിടുന്ന് കൊടുത്താൽ മതി. സ്റ്റോപ്പിംഗ് വാല്യൂ ആണെങ്കിൽ ഒരു നമ്പർ കൂട്ടി കൊടുക്കണം. ഇപ്പം നമ്മൾ റേഞ്ച് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ് കൊടുത്തു, സ്റ്റാർട്ടിംഗ് വാല്യൂ, എൻഡിങ് വാല്യൂ. ഇനി നമുക്ക് മൂന്നാമതൊരു ആർഗ്യുമെൻറ്റ് കൂടെ വേണേൽ കൊടുക്കാം. അപ്പം ഞാനൊരു കോമ ഇടുവാണ്. നിങ്ങൾക്ക് മേളിൽ കാണാം സ്റ്റെപ്പ്. ഇതെന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്സ് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ കൂട്ടണം. ഇപ്പം എനിക്ക് 1 3 5 7 അങ്ങനെ പോകണമെങ്കിൽ 2 സ്റ്റെപ്സ് വെച്ച് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്കിവിടെ കൊടുത്താൽ മതി. ഡീഫോൾട്ടായിട്ട് ഇത് 1 ആണ്. ഞാനിപ്പോൾ 2 കൊടുക്കുവാണ്. ഞാൻ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 കൊടുക്കുവാണ്. 1 to 15 പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി 16 സ്റ്റോപ്പിംഗ് വാല്യൂ കൊടുത്തു. 2 സ്റ്റെപ്സ് വെച്ച് കൂട്ടണം. അതായത് 1 കഴിഞ്ഞാൽ പിന്നെ 3 പ്രിൻറ്റ് ചെയ്യാവൂ. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ 1 3 5 7 9 ഇങ്ങനെ പോകും. ഇനി എനിക്ക് റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ, അതായത് 16 15 14 13 എന്നിങ്ങനെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിംഗ് വാല്യൂ 16, സ്റ്റോപ്പിംഗ് വാല്യൂ 1 ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിച്ചത്? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ ഒന്നും പ്രിൻറ്റ് ചെയ്തില്ല. കാരണം ഡീഫോൾട്ടായിട്ട് ഇത് സ്റ്റാർട്ടിംഗ് വാല്യൂവിൽ നിന്ന് 1 കൂടിയാണ് പോകുന്നത്. ഇവിടെ 1 കൂടി പോകുമ്പോൾ 16 17 18 അങ്ങനെയാണ് പോകുന്നത്. സ്റ്റോപ്പിംഗ് വാല്യൂ എന്താണ്? 1 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 16 ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും നമുക്ക് ഔട്ട്പുട്ട് കിട്ടാതിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ആർഗ്യുമെൻ്റായ സ്റ്റെപ്പിൽ -1 കൊടുക്കണം. അപ്പോൾ അത് കുറഞ്ഞു വരും. 16 നിന്ന് 15 14 13 അങ്ങനെ വരും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ 16 15 14 13 12 അങ്ങനെ വന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലാസ്റ്റ് നമ്പർ ഔട്ട്പുട്ടിൽ 2 ആണ് വന്നത്. കാരണം എന്താ? നമ്മൾ സ്റ്റോപ്പിംഗ് വാല്യൂ 1 ആണ് കൊടുത്തത്. എപ്പോഴും നമ്മൾ സ്റ്റോപ്പിംഗ് വാല്യൂവിൽ ഒരു നമ്പർ കൂട്ടി കൊടുക്കണം. ഇവിടെ ഇപ്പം ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ ഒരു നമ്പർ കൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ 1 നിന്ന് 0 ആണ് ആക്കേണ്ടത്. അപ്പം 1 നിന്ന് 0 ആക്കിയാൽ നമുക്ക് 1 കൂടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. നമുക്കിപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ 1 കൂടെ പ്രിൻറ്റ് ചെയ്തു. ഇനി 0യും കൂടെ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ നമ്മളിവിടെ -1 കൊടുക്കണം. ഇനി ഞാൻ റൺ ചെയ്യുവാണ്. കണ്ടോ 0യും കൂടെ പ്രിൻറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് കുറച്ച് വരാനാണ് പറഞ്ഞത്. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റിൽ ഒരു സ്റ്റെപ്പ് കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 16 15 14 13 അങ്ങനെയാണ് പോകുന്നത്. ഇനിയിപ്പം നമുക്ക് 2 സ്റ്റെപ്പ് കുറയ്ക്കാം. 16 14 12 10 അങ്ങനെ കുറച്ച് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ -1ന് പകരം -2 കൊടുത്താൽ മതി. 2 സ്റ്റെപ്സ് ഡിസെൻഡിങ് ഓർഡറിൽ കുറയ്ക്കാൻ. നമ്മളിത് റൺ ചെയ്ത് നോക്കാം. 16 14 12 10 അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഞാനിത് അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. ഈ നമ്പർ സ്ട്രിങ്ങും അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ 1 to 30 ഒന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ സ്റ്റാർട്ടിംഗ് വാല്യൂ 1ഉം സ്റ്റോപ്പിംഗ് വാല്യൂ 31ഉം കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് 1 to 30 റിസൾട്ട് കിട്ടി. ഇനി എനിക്ക് 5ൻ്റെ മൾട്ടിപ്പിൾസ് മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും? അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പിനകത്തൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം.
ഒരു നമ്പർ 5ൻ്റെ മൾട്ടിപ്പിൾ ആവണേൽ ആ നമ്പർ 5നെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ. അപ്പം പ്രോഗ്രാമിങ്ങിൽ നമ്മളത് എഴുതുന്നത് ആ നമ്പർ മോഡുലസ് 5 ഈക്വൽ ടു 0 എന്നാണ്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം ഇഫ് നമ്മിനകത്താണ് ഓരോ വാല്യൂ കിടക്കുന്നത്. 1 to 30 വാല്യൂ നമ്മിനകത്താണ് കിടക്കുന്നത്. അപ്പം നം മോഡുലസ് 5 ഈക്വൽ ടു 0 പ്രിൻറ്റ് നം, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ കോളൻ ഇടാൻ മറന്നു പോകല്. ഇഫ് നം മോഡുലസ് 5 ഈക്വൽ ടു 0 പ്രിൻറ്റ് നം. അതുപോലെ തന്നെ ഇവിടെ ഇൻഡൻറ്റേഷൻ സ്പേസും കൊടുക്കാൻ മറക്കരുത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 5, 10, 15, 20 5ൻ്റെ മൾട്ടിപ്പിൾസ് മാത്രം പ്രിൻറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നിങ്ങൾ ഫോർ ലൂപ്പിനകത്ത് ഇഫ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫോർ ലൂപ്പിനകത്ത് ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.